Good afternoon, all. Good afternoon, ma'am. Video clear അല്ലേ? Clear. Okay. Good afternoon. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീമിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ? അവിടെ വരില്ലേ പറഞ്ഞു നിർത്തിയത്? ജസ്റ്റ് ഹോസ്പിറ്റൽ കൺസൾട്ടൻസി എന്താണെന്ന് പറഞ്ഞു തോന്നുന്നു. ഇനി നമുക്ക് ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഹോസ്പിറ്റൽ കൺസൾട്ടൻസ്? ഓക്കെ. A hospital consultant play a key role in planning new hospital and expanding existing one. പുതിയതായിട്ടൊരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യുന്ന സിറ്റുവേഷനിലും ഒരു കീ ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു വിഭാഗമാണ് ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് കൂടുതൽ കണ്ടുവരുന്നത് US, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലാണ് ഈ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ് നമ്മൾ കണ്ടുവരുന്നത്. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് നമുക്കൊരു ക്യാൻ ബി ആക്ട് ആസ് എൻ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. Such a profession is refers to us. അങ്ങനെയുള്ള ഒരു പ്രൊഫഷനെയാണ് നമ്മൾ പറയുന്നത് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പീരിയൻസ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് he has studied the working of many hospital. ഒരുപാട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, അടുത്ത വർക്കിങ്ങിനെ കുറിച്ച് ഏകദേശം നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട്. Has experience in different situation and settings. Different സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടും ഹോസ്പിറ്റലിൽ സംഭവിക്കാവുന്ന സിറ്റുവേഷൻസും സെറ്റിംഗ്സിനെ കുറിച്ചിട്ടും വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടാവും. Can compare the idea and best practice in health care. നമ്മുടെ ഹെൽത്ത് കെയറിൽ ഐഡിയാസും കാര്യങ്ങളും കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് ഫോളോ ചെയ്യാനും അദ്ദേഹത്തിന് പറ്റും. അപ്രോച്ച് പ്രോബ്ലംസ് ഒബ്ജക്റ്റീവ്ലി. നമുക്ക് ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ ഒബ്ജക്റ്റീവ്ലി, അതിനെന്താണ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അത് അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ കൺസൾട്ടൻസിന് പറ്റും. ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് പ്ലാനിങ് ആൻഡ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്. നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന് അദ്ദേഹം നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ. കൺസൾട്ടന്റ് എക്സ്പെർട്ടൈസ് ഇംപ്രൂവ് ഫങ്ഷണൽ എഫിഷ്യൻസി ഓഫ് ദ ഹോസ്പിറ്റൽ പ്രൊജക്ട്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു കൺസൾട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ എഫിഷ്യൻസി ഉറപ്പ് നൽകാനായിട്ട് പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് മാനേജ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അഫേഴ്സിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. സോ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി നോക്കുന്നത് ഏരിയ ഓഫ് ഗൈഡൻസ് ബൈ ഹോസ്പിറ്റൽ കൺസൾട്ടൻസ്. അപ്പൊ എങ്ങനെയാണ് ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് ഈ ഒരു എന്താ പറയാ പ്രൊജക്ട് അല്ലെങ്കിൽ പ്ലാന് കാര്യങ്ങളൊക്കെ അതിന് വേണ്ട എന്തെല്ലാം ഗൈഡൻസ് ആണ് അദ്ദേഹം എടുക്കുന്നത്? ലോക്കൽ ആൻഡ് റീജിയണൽ ഹെൽത്ത് കെയർ സർവേ. ലോക്കലും റീജിയണൽ ഹെൽത്ത് കെയർ സർവേ കണ്ടക്ട് ചെയ്യും. അനലൈസ് ദ ഡിമാൻഡ് ആൻഡ് നീഡ് ഫോർ ഹോസ്പിറ്റൽ ഫെസിലിറ്റി. ആ ഒരു പ്രദേശത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയുടെ നീഡ്, അവിടുത്തെ ഉള്ള കസ്റ്റമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഏത് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി ആണ് അവർക്ക് ആവശ്യം എന്നതിനെ കുറിച്ച് പഠനം നടത്തും. അസസ്മെന്റ് ഓഫ് ടൈപ്പ് ആൻഡ് റേഞ്ച് ഓഫ് സർവീസ് റിക്വയർഡ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെല്ലാം ടൈപ്സ് അല്ലെങ്കിൽ എന്തെല്ലാം റേഞ്ച് ഓഫ് സർവീസ് ആണ് വേണ്ടത് എന്നതിനെ കുറിച്ച് പഠനം നടത്തും. സെലക്ഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പഠനം നടത്തിയ ശേഷമാണ് ഈ ഒരു പ്ലാനിലേക്ക് വരുന്നത്. പ്ലാനിങ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ്. അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ട് പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യും. ഓർഗനൈസേഷണൽ റിലേഷനെ കുറിച്ചിട്ടും പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യും. ദെൻ നമ്മൾ നെക്സ്റ്റ് ഹോസ്പിറ്റൽ കൺസൾട്ടൻസി ഫിനിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാനിംഗ് ടീം, ഫോർമേഷൻ ഓഫ് പ്ലാനിംഗ് ടീം. അടുത്ത സ്റ്റെപ്പാണ് പ്ലാനിംഗ് ടീമിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ഹോസ്പിറ്റൽ പ്ലാനിംഗ് ഈസ് ടു ഫോം എ പ്ലാനിംഗ് ടീം.
നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഒരു പ്ലാനിങ് ടീം ഫോം ചെയ്യുക എന്നുള്ളത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെമ്പേഴ്സ് മെയിൻലി ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് വേണം, മെഡിക്കൽ ആൻഡ് ലേ അഡ്മിനിസ്ട്രേറ്റർ വേണം, നേഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ വേണം, പിന്നെ ഹോസ്പിറ്റൽ ആർക്കിടെക്ട് വേണം. ഇത്രയും വ്യക്തികളാണ് ഒരു പ്ലാനിങ് ടീമില് ഹോസ്പിറ്റൽ പ്ലാനിങ് ടീമില് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നേഴ്സ് ഷുഡ് ബി ഇൻവോൾവ് ഫ്രം ദ ബിഗിനിങ്. നമ്മൾ നേഴ്സിനെ തുടക്കം മുതൽ പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് മുൻകൂട്ടി നല്ല രീതിയിൽ നേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻസ് ഉണ്ടെങ്കിൽ, നേഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്ററുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മുൻകൂട്ടി നമുക്ക് വരുന്ന ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഓവർകം ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സോ അവർക്ക് അതിന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാം, ഈ ഒരു പോർഷനിലേക്ക് വരാം. നമ്മളുടെ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്നാണ് നമ്മളുടെ പോർഷന്റെ ഹെഡിങ്. നോക്കാം, പേജ് നമ്പർ 127 ആണ്. One of the most important in a planning a new hospital or adding a new facility in a hospital, it is utilization of the competent hospital administrator consultant. നമ്മളൊരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലിൽ ഒരു പുതിയ ബ്രാഞ്ചോ കാര്യങ്ങളോ ആഡ് ചെയ്യുമ്പോഴോ നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇറ്റ് ഈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് എ കോമ്പീറ്റന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. നമുക്കൊരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെയാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്. ഇൻ യൂറോപ്പ് ആൻഡ് ദ USA, a class of professionals called ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. അപ്പൊ യൂറോപ്പ്, USA പോലുള്ള രാജ്യങ്ങളില് ഈ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെ നമ്മൾ പറയുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ഹാസ് എമർജ്ഡ് എ സെപ്പറേറ്റ് ഫോം ദ പ്രൊഫഷണൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെ ആയിരിക്കും, പക്ഷെ ദേ കോൺസെൻട്രേറ്റ് ഓൺ ഹോസ്പിറ്റൽ പ്ലാനിങ് പ്രോസസ്സിലായിരിക്കും അവർ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. It is a matter of debate whether such strict compartmentalization is useful or even necessary. ഇന്നും അതിനെ കുറിച്ചിട്ട് വലിയ ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി വേണോ വേണ്ടേ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി ഉള്ളത് നല്ലതാണെന്നാണ് മെയിൻ ആയിട്ടുള്ളത്. പ്രൊഫഷണലി ട്രെയിൻഡ് ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വിത്ത് an adequate experience can profitably combine the job of hospital consultant. പ്രൊഫഷണൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഇതേപോലുള്ളൊരു നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ജോബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ പെർഫോം ചെയ്യുന്ന ആ ഒരു പ്രൊഫഷനെ നമ്മൾ കോമൺലി പറയുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. Such a profession is referred here as to hospital consultant. അങ്ങനെയുള്ള പ്രൊഫഷനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. An experienced hospital consultant would have had opportunity to study the operations of many hospitals. ഒരുപാട് ഹോസ്പിറ്റൽസിന്റെ ഓപ്പറേഷനെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. അവർ അതിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടാവും. സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽ പോലുള്ള മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടും പഠനം നടത്തിയിട്ടുണ്ടാവും. To work in different kinds of situation. Different kinds of situation ഹോസ്പിറ്റലിൽ അവർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിറ്റുവേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ടു കമ്പയർ ഐഡിയാസ് ആൻഡ് ഡെവലപ്മെന്റ് വിത്ത് അതേഴ്സ് ഇൻ മെഡിക്കൽ കെയർ ഫീൽഡ്. അപ്പൊ അവർക്ക് അവരുടേതായ ഐഡിയാസ് ഉണ്ടാക്കും. അതേപോലെ മെഡിക്കൽ ഫീൽഡിൽ ഉള്ള മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ ഐഡിയാസും കാര്യങ്ങളും കമ്പയർ ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് ആ വ്യക്തികൾക്ക് ഉണ്ടാവും. He can approach a problem objectively. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒബ്ജക്റ്റീവ് അതിന്റെ സൊല്യൂഷനോട് കൂടി അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റും. ആൻഡ് ബ്രിങ് പ്രോപ്പർ പെർസ്പെക്റ്റീവ്സ് ബോത്ത് ടു പ്രോബ്ലം സോൾവിങ് ആൻഡ് പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പൊ അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിൽ പ്രോബ്ലംസും കാര്യങ്ങളും സോൾവ് ചെയ്യാനുള്ള ഒരു ഒരു കഴിവ് കൂടി ഉണ്ടാവും. Only the specialized knowledge of alternative method of doing things and systematic approach can give the hospital project a fair chance on success. അപ്പൊ നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ടീമിന് മാത്രമായിരിക്കും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, ഈ പ്രോജക്ട് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊടുക്കാൻ പറ്റാം
അതേപോലെ തന്നെ നമ്മളുടെ ഫെയർ ചാൻസ് ഓഫ് സക്സസ്, നല്ല രീതിയിൽ നമ്മുടെ പ്ലാൻ സക്സസ് ആവാൻ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓൺ എ ഫങ്ഷണൽ ബേസിസ് കൺസിസ്റ്റ് വിത്ത് എക്കണോമി, നമ്മുടെ ഫണ്ടും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവാനായിട്ട് ഹോസ്പിറ്റൽ കൺസൾട്ടൻസി നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്കാം. The medical consultant is able to provide experienced guidance in the area which covers. ഇതേപോലുള്ള ഹോസ്പിറ്റൽ കൺസൾട്ടൻസിന് ഈ താഴെ പറയുന്ന ഏരിയാസിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ അവരുടേതായ നല്ല രീതിയിൽ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയും. കാരണം അവർക്ക് ഞാൻ പറയില്ല നേരത്തെ, ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് സർവേയും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഓരോ കമ്മ്യൂണിറ്റിയുടെ നീഡ്സും ഡിമാൻഡും മനസ്സിലാക്കി നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. The medical hospital consultant is able to provide experienced guidance in area which cover. ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് താഴെ പറയുന്ന ഏരിയാസിൽ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മളെ പറ്റും. ലോക്കൽ ആൻഡ് റീജിയണൽ സർവേ ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ. അപ്പോ അദ്ദേഹം ലോക്കൽ ആൻഡ് റീജിയണൽ സർവേ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടും മെഡിക്കൽ കെയറിനെ കുറിച്ചിട്ടും നല്ല ധാരണ ഉണ്ടാവും. അനലൈസ് ദ ഡിമാൻഡ് ആൻഡ് നീഡ് ഫോർ ദ ഹോസ്പിറ്റൽ ഫെസിലിറ്റി. നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയുടെ നീഡും ഡിമാൻഡും അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അസസ്മെന്റ് ഓഫ് ദ എക്സ്റ്റെന്റ് ആൻഡ് റേഞ്ച് ഓഫ് സർവീസ് റിക്വയർഡ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വേണ്ട സർവീസ്, അതിന്റെ എക്സ്റ്റെന്റും എന്തെല്ലാം റേഞ്ചസ് ഓഫ് സർവീസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു അസസ്മെന്റ് നമുക്ക് കിട്ടും. അദ്ദേഹത്തിന് അറിയാൻ പറ്റും. എക്യുപ്മെന്റ് സെലക്ഷൻ. ഹോസ്പിറ്റൽ കൺസൾട്ടൻസിന് ഹോസ്പിറ്റലിന് വേണ്ട എക്യുപ്മെന്റ്സ് വേണമെന്ന് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ്. നല്ല രീതിയിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈ ഹോസ്പിറ്റൽ കൺസൾട്ടൻസിന് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഹോസ്പിറ്റൽ പ്ലാനിംഗ് പ്രോജക്റ്റിൽ ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിംഗ് ടീമിനെ രൂപീകരിക്കുക എന്നതാണ്. The first steps in planning a hospital project is to form a planning team. ഒരു പ്ലാനിംഗ് ടീം ഫോം ചെയ്യുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. The nucleus of the planning, nucleus of the team can consist of hospital consultant. അപ്പോ ഒരു ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീമിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് തന്നെ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണ്. 1 or 2 മെഡിക്കൽ ആൻഡ് ലൈൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഒന്നിൽ കൂടുതൽ മെഡിക്കലോ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇൻക്ലൂഡ് ചെയ്യാം. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ വേണം, ഹോസ്പിറ്റൽ ആർക്കിടെക്ട് വേണം. ഓക്കെ, ഇത്രയും പേരാണ് ഏത് ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്ലാനിംഗ് ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ ഫീൽ ദാറ്റ് nurse trying to broad to react to plan dropped by others. മറ്റുള്ളവരുടെ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. rather than to participate in their preparation. അവരുടെ പ്രിപ്പറേഷൻ മുതൽ നമ്മളത് അവരെ എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പ്ലാൻസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ. when the nurse is involved from starting മുതൽ ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ they are better to prepare, equipped to guide. അവർക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. And the support line nurse manager is determined departmental system. അപ്പൊ നേഴ്സ് മാനേജറിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സിസ്റ്റം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഡോക്ടറേക്കാളും കൂടുതൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നത് നേഴ്സ് ആയിരിക്കും. ചില ഡോക്ടേഴ്സിന്റെ സർവീസിനെ കുറച്ച് കാണിക്കല്ല, അതിൽ കൂടുതൽ വർക്ക് ആർക്കുണ്ട്? നേഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ഉണ്ട്, വർക്കുകൾ കൂടുതലാണ്. സോ അവർക്ക് എങ്ങനെ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും, ഏത് രീതിയിൽ ചെയ്താലാണ് കുറച്ചും കൂടി അവർക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഹോസ്പിറ്റലിനെ കുറിച്ച് ഏകദേശം അവർക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും. അപ്പൊ അതും കൂടി ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാനിംഗ് ടീം ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. It has been suggested by some that social scientists and even health education should be part of the planning team. അപ്പൊ സോഷ്യൽ സയന്റിസ്റ്റുകൾ, സോഷ്യൽ ഗ്രൂപ്പ്സുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്, ഹ്യൂമൻ റിലേഷൻഷിപ്പിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാൻ കുറച്ച് വ്യക്തികളുള്ളത് നല്ലതായിരിക്കും. ഹെൽത്ത് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു
ടീം പ്ലാനിംഗ് ടീമിൽ ഇൻവോൾവ് ചെയ്ത് നല്ലതാണ്. But their value is national healthcare planning cannot be denied. നാഷണൽ ഹെൽത്ത് കെയർ പ്ലാനിങ്ങിന്റെ വാല്യൂസും കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാൻ. Their association with the planning team at the hospital level is unlikely to improve the effectiveness of the team. അപ്പോൾ അവരുടെ അസോസിയേഷൻ വിത്ത് പ്ലാനിങ് ടീമായിട്ട് അവർ നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു ടീമിന്റെ എഫക്റ്റീവ്നെസ്സിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കാരണമാകും. അപ്പൊ ഒരു പ്ലാനിങ് ടീം, ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ടീം വേണം. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട വ്യക്തികളാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്, മെഡിക്കൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, നേഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ ആർക്കിടെക്ട്. ഈ വ്യക്തികളും അതേപോലെ തന്നെ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ നമ്മൾ ഇന്ന് നോക്കിയത് ഹോസ്പിറ്റൽ കൺസൾട്ടൻസിനെ കുറിച്ചിട്ടാണ്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ് ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. സോ ഈ ഹോസ്പിറ്റൽ കൺസൾട്ടൻസിന് ഹോസ്പിറ്റലിനെ കുറിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയായിരിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയായിരിക്കും ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള എല്ലാ എൻ്റയർ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഹോസ്പിറ്റൽ പ്ലാനിങ് പ്രൊജക്റ്റിൽ പാർട്ട് ആവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ഹോസ്പിറ്റൽ കൺസൾട്ടൻസ് ഒന്ന് വായിച്ചേ.
എല്ലാവരും റീഡ് ചെയ്തോ? ക്ലിയർ ആണോ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആരാണെന്നുള്ളത്? ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോർ ഗ്രൂപ്പ്സ് ആണ്. കോർ ഗ്രൂപ്പ്സ്. സോറി കേട്ടോ, സോറി. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ പറയുന്നത് കേൾക്കാവോ? ഓക്കെ ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. കോർ ഗ്രൂപ്പ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് കോർ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഹോസ്പിറ്റൽ കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ കൺസൾട്ടൻസ്, അതേപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഹോസ്പിറ്റൽ ആർക്കിടെക്ട് ഒക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പ്ലാനിംഗ് ഗ്രൂപ്പിലെ ടീമിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ഏർലി സ്റ്റേജസിൽ തന്നെ ഹോസ്പിറ്റൽ കൺസൾട്ടൻസും 1 or 2 മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് വുഡ് വർക്ക് വിത്തൗട്ട് അഡീഷണൽ മെഡിക്കൽ ടീം മെമ്പർ. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഗ്രാജുവലി നമ്മുടെ പ്രോജക്റ്റ് ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് ഹോസ്പിറ്റൽ എഞ്ചിനീയർ, ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ഇൻ റെസ്പെക്റ്റീവ് സ്പെഷ്യാലിറ്റി ഫീൽഡ്, ഓരോ സ്പെഷ്യാലിറ്റി ഫീൽഡിലെയും എക്സ്പേർട്സുകൾ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്കാണ് ആ ഒരു ഫെസിലിറ്റിയിൽ എന്തെല്ലാം സ്പെഷ്യാലിറ്റി സർവീസുകളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഇൻവോൾവ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശം ധാരണ ഉണ്ടാവാം. സോ നേഴ്സ് ഷുഡ് അപ്പോ അത്രയും കാര്യങ്ങൾ, അത്രയും എക്സ്പേർട്സുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഹോസ്പിറ്റൽ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് പറ്റുന്നത്. ഇൻ ഏർലി സ്റ്റേജ് ഓഫ് എ പ്രോജക്ട്, the hospital consultant or 1 or 2 medical administrative staffs would work without additional medical team member. Additional medical team member ഇല്ലാതെ തന്നെ ഇവർക്ക് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. Additional medical team members are not needed initially. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ അഡീഷണൽ ടീം മെമ്പേഴ്സിന്റെ ആവശ്യമില്ല. ബട്ട് നമ്മുടെ പ്രൊജക്ട് ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് കോർ ഗ്രൂപ്പ് ടീം ഷുഡ് ബി എക്സ്പാൻഡ് ഗ്രാജുവലി. കോർ ഗ്രൂപ്പ്സ് ടീം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ന്യൂ മെമ്പേഴ്സിന് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ എഞ്ചിനീയർ, ഫിനാൻഷ്യൽ എക്സ്പേർട്സ്, സ്പെഷ്യലിസ്റ്റ് ഫ്രം റെലവെന്റ് ക്ലിനിക്കൽ ഫീൽഡ് സർവീസുകൾ, ക്ലിനിക്കൽ സർവീസുകളിൽ ഉള്ള എക്സ്പേർട്സുകൾ ഇൻവോൾവ് ചെയ്തതായിട്ട് വരും. Planning needed a clear understanding of the activity, how they affect each other. അപ്പൊ ഓരോരുത്തരും ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. വൺ മിനിറ്റ്. ഓക്കെ കേട്ടോ. പ്ലാനിങ് മീൻസ് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ ഈ ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ്, ഹോസ്പിറ്റൽ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വരുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവും. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു കീപ് പ്ലാനിംഗ് ഗ്രൂപ്പ് ആസ് സ്മോൾ ആസ് പോസിബിൾ. പ്ലാനിംഗ് ഗ്രൂപ്പ് ശരിക്കും ചെറുതാക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് പേര് വരുമ്പോൾ ആ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ ജനറലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവിടെ കൺഫ്യൂഷനും കോൺഫ്ലിക്റ്റും കമ്പാരിസണും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്ലാനിംഗ് ഗ്രൂപ്പ് എപ്പോഴും എന്താണ്, ചെറുതാണ് നല്ലത്. ഇൻഫർമേഷൻ ഷുഡ് ബി പാസ് ത്രൂ വൺ മെയിൻ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഈ പാസ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് പാസ് ചെയ്യേണ്ടത് വൺ പേഴ്സണിലൂടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലൂടെ തന്നെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സ്ട്രോങ് റിലേഷൻഷിപ്പ് ഈസ് നീഡഡ് ടു കീപ് പ്ലാനിംഗ് പ്രോസസ് മൂവിങ്. അപ്പൊ സ്ട്രോങ് ആയിട്ട് പ്ലാനിംഗ് ടീം തമ്മിൽ നല്ലൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പ്ലാൻസ് നടപ്പിലാക്കാനായിട്ട് പറ്റൂ. നമുക്ക് നോക്കാം, നെക്സ്റ്റിലേക്ക് വരാം. ദ കോർ ഗ്രൂപ്പ്സ് ആണ് പറയുന്നത്. ഇൻ ഏർലി സ്റ്റേജസ് ഓഫ് പ്രോജക്ട്, the hospital consultant and 1 or 2 medical administrative staff would be work without additional medical team member.
അഡീഷണൽ മെഡിക്കൽ ടീം മെമ്പേഴ്സ് ഇല്ലാതെ തന്നെ ഹോസ്പിറ്റൽ കൺസൾട്ടൻസിനും രണ്ടോ അതിൽ കൂടുതലോ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനും കൂടി ഇനിഷ്യൽ സ്റ്റേജസ് കൈകാര്യം ചെയ്യാവുന്നതാണ്. However, this core team will be needed to enlarge gradually. അവരുടെ ഈ ടീം മെമ്പേഴ്സ് പിന്നീടായിരിക്കും എന്ത് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവോൾവ് ആവുന്നത് ആസ് ദ പ്രോജക്ട് ഡെവലപ്സ്. നമ്മുടെ പ്രോജക്ട് ഡെവലപ്പ് ആയതിനു ശേഷം by addition of hospital engineer, അതിനുശേഷമായിരിക്കും ഹോസ്പിറ്റൽ എഞ്ചിനീയർ, ഫിനാൻഷ്യൽ experts in different in the respective specialty field. നമ്മൾ ഏത് സ്പെഷ്യാലിറ്റി സർവീസ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്പെഷ്യാലിറ്റി സർവീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികള് ക്ലിനിക്കൽ സർവീസ് ആർ ടേക്ക് അപ്പ് ഫോർ കൺസിഡറേഷൻ. അപ്പോ ഇവരെല്ലാം കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യും ഫോർ കൺസിഡറേഷൻ. അപ്പൊ നമ്മൾ ടേക്ക് അപ്പ് ഫോർ കൺസിഡറേഷൻ, നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളും പേ ചെയ്യും. Planning require understanding of the nature of activity and their impacts on each other. അപ്പൊ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. അതെങ്ങനെയാണ് ഓരോ ഗ്രൂപ്പുകളെയും അഫക്ട് ചെയ്യണമെന്നും മനസ്സിലാക്കണം. It is desirable to funnel information to a small group as possible. ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ആണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. നമുക്ക് പോസിബിൾ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒത്തിരി പേരാകുമ്പോൾ അവിടെ കൺഫ്യൂഷനും ബുള്ളി ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും, മറ്റുള്ളവരെ കളിയാക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, അവിടെ ഇഷ്യൂസും കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. വിത്ത് വൺ പേഴ്സൺ അസ്യൂമിംഗ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രൊവൈഡിംഗ് നെസസറി ലീഡർഷിപ്പ് ടു കീപ് ദ പ്രോസസ് ഇൻ മോഷൻ. അപ്പൊ ഒരു വ്യക്തി ഒരു സിംഗിൾ പേഴ്സൺ ഹോളി റെസ്പോൺസിബിൾ ആയിരിക്കണം, അദ്ദേഹമായിരിക്കണം എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഈ പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് നൽകേണ്ടതും ആരാണ്, ഈ ഒരു വ്യക്തി ആയിരിക്കണം. അത് കോർ ഗ്രൂപ്പ് വായിച്ചു നോക്കിയേ. റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. റീഡ് ചെയ്ത് നോക്കിയോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കോർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കൺസൾട്ടൻസിനൊപ്പം തന്നെയുള്ള
അഡീഷണൽ മെഡിക്കൽ ടീം മെമ്പേഴ്സിനെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തത്. ആരൊക്കെയാണ് നമ്മൾ നോക്കി? ഹോസ്പിറ്റൽ എഞ്ചിനീയർ, ഫിനാൻഷ്യൽ എക്സ്പേർട്ട്, എക്സ്പേർട്സ് ഫ്രം സ്പെഷ്യാലിറ്റി ഫീൽഡ്. ഇനി ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോബൊന്നും അല്ല. കാരണം നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ പ്ലാനിങ് ടീമിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആണ്. ഇപ്പൊ നമ്മൾ പറയണ മെനി ഗ്രൂപ്പ്സ് ആർ ഇൻവോൾവ് ഇൻ ഹോസ്പിറ്റൽ പ്ലാനിങ് ടീം. ഈ ഹോസ്പിറ്റൽ പ്ലാനിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് പേര് ഇൻവോൾവ് ആണ്. ഗവൺമെന്റ്, സൊസൈറ്റി, കമ്മ്യൂണിറ്റി ഏജൻസ്, പ്രൊഫഷണൽസ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ ഇൻവോൾവ് ആണ്. സോ ദീസ് ഗ്രൂപ്പ്സ് ആർ ഓഫ്റ്റൻ ടു ഫെയിൽ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ഇവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് ഒരു ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവർ തമ്മിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ആര് ഹെൽപ്പ് ചെയ്യണം? ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഹെൽപ്പ് ചെയ്യണം. ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന്റെ റോൾ തന്നെയാണ് എന്താണ് is to coordinate all groups and keep decision making process moving. Decision making process correct ആയിട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് ഉറപ്പ് നൽകേണ്ട ഉത്തരവാദിത്ത വർക്കാണ് ഹോസ്പിറ്റൽ കൺസൾട്ടൻസിനാണ്. അതേപോലെ കോർഡിനേഷൻ ഓഫ് ദർ വർക്ക്, അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാം. അവിടെയുള്ള ഫിനാൻസ്, മാൻ പവർ, അതർ റിസോഴ്സ് ഉണ്ട്. ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് വേണം, ഹ്യൂമൻ റിസോഴ്സിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. അതർ റിസോഴ്സ്, മറ്റ് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. മെനി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് മസ്റ്റ് ബി മെയ്ഡ് ബിഫോർ ദ ആർക്കിടെക്ട് സ്റ്റാർട്ട് വർക്ക്. ആർക്കിടെക്ട് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങളും ആരെടുക്കേണ്ടതായിട്ടുണ്ട്? ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇഫ് ദ പ്ലാനിങ് ബോഡി കനോട്ട് ബി ഡിസൈഡ്. ചില സമയത്ത് പ്ലാനിങ് ബോഡിക്ക് സ്വയമേ അത് തീരുമാനിക്കാനായിട്ട് പറ്റണമെന്നില്ല. സോ ആർക്കിടെക്ട് മേ പുഷ് ദ പ്രോസസ് ഫോർവേഡ്. ആർക്കിടെക്ട് മേ ആ ഒരു പ്രോസസ്സ് അവർക്ക് ഫോർവേഡ് ചെയ്യും, ഹോസ്പിറ്റൽ കൺസൾട്ടൻസിന് ഫോർവേഡ് ചെയ്യും. കാരണം ആർക്കിടെക്റ്റിന് അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റണമെന്നില്ല. സോ ഓൾ റെസ്പോൺസിബിലിറ്റി, ഫൈനൽ ഇനിഷ്യേറ്റീവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റിനാണ്. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു ലീഡർ ആണ്. ഈ ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ലീഡ് ചെയ്ത കറക്റ്റ് പാത്തിലേക്ക് കൊണ്ടുവരാം. അതുവഴി നമ്മുടെ ഹോസ്പിറ്റൽ പ്ലാന് കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി നമ്മുടെ ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന്റെ കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് ആണ് നോക്കാൻ പോകുന്നത്. നോക്കാം. ഫണ്ടിംഗ് ബോഡി, government and community agencies, professionals and social groups, suppliers and customers who are involved at the various stages of the planning process fail to communicate effectively. അപ്പോൾ ഇതേപോലുള്ള ഏജൻസീസ് നമുക്കറിയാം പ്ലാനിങ് പ്രോസസ്സിൽ ഇൻവോൾവ് ആണ്. സോ ഇവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മേ ബി ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. The role of the consultant. In consultant role എന്താണ്? Therefore is to maintain the process in decision making by coordinating their works. അവരെല്ലാവരും വർക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരെല്ലാവരും അഭിപ്രായങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട്. They must fully understand the proposal. അവർക്ക് നല്ല രീതിയിൽ ആ ഒരു പ്രപ്പോസലിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റണം. Their implication on financial, manpower and other resources. അപ്പോ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണ് ഫിനാൻഷ്യൽ, മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവർ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ്, മറ്റു റിസോഴ്സുകളും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതും. മെനി ഡിസിഷൻസിനെ കുറിച്ച് പറയാണ്. മെനി ഡിസിഷൻ ഹാവ് ടു ബി മെയ്ഡ് ബിഫോർ ദ ആർക്കിടെക്ട് അപ്പിയർ ഓൺ ദ സീൻ. ആർക്കിടെക്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഡിസിഷൻസ് ഒക്കെ ആരാണ് എടുക്കേണ്ടത്? ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണ് എടുക്കേണ്ടത്. If the planning body has not been able to make such a decision, planning body ക്ക് അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ then it develop up on the architect. അപ്പോ ഇത് ഇതിന് കാരണമാകും ആർക്കിടെക്ട് അത് എടുക്കേണ്ടതായിട്ട് വരും. The architect to be the decision making process. അങ്ങനെ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ to ask the controversial questions, നമുക്ക് വിവാദമാകുന്ന അല്ലെങ്കിൽ ചില ശരിക്കും പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എടുക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു ആർക്കിടെക്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. സോ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഒന്നുമില്ല. സോ അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻസിന് മേ ബി കോൺട്രവേഴ്ഷ്യൽ വരാനുള്ള ചാൻസ് ഉണ്ട്, വിവാദങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. At the time to cajole or bully in leading the decision may be taken, leading the way to decision making. ആ ഡിസിഷൻ മേക്കിങ്ങിന് മേ ബി ബുള്ള് ചെയ്യാനും
എന്താ പറയാ ഭയങ്കരമായിട്ട് എന്താ പറയാ അവരെ ഡിസിഷൻ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് കളിയാക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഹിയർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആർക്കിടെക്ട് സ്റ്റാർട്ട് ബൈ ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻ ഓൺ ദ ടോട്ടൽ ബഡ്ജറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഫോർ ദ പ്രോജക്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യല്ല വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്ട് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണം, നമ്മുടെ പ്രോജക്റ്റിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണ്. ഫോർ ആൻ ഒബിയസ് റീസൺ, മെയിൻ ആയിട്ടുള്ള റീസൺ വെച്ചാൽ നമ്മൾ അതനുസരിച്ച് വേണം പ്ലാനും കാര്യങ്ങളും ചെയ്യാൻ. The initiative must remain with the planning body. അപ്പോൾ പ്ലാനിങ് ബോഡിയിൽ ആ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യണം. എത്രയാണ് ബഡ്ജറ്റ്, ബഡ്ജറ്റ് മുതൽ നമ്മൾ ആർക്കിടെക്റ്റിനോട് പറയണം ഇത്ര രൂപയാണ് ഞങ്ങളുടെ ബഡ്ജറ്റ്, ഇന്നതാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതല്ല ഹോസ്പിറ്റൽ ആർക്കിടെക്ട് തന്നെയാണ് എൻറ്റയർ ഡിസിഷൻ എടുക്കുന്നത് എങ്കിൽ അവിടെ മിസ്ലീഡിങ്ങിന് കാരണമാകും. കാരണം അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് ഏകദേശം ധാരണ കുറവാണ്. സോ അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻസ് മേ ബി തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. അത് പിന്നീട് വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ കോൺട്രവേഴ്ഷ്യൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് വേണം ഡിസിഷൻസും കാര്യങ്ങളും എടുക്കേണ്ടത്. സോ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയണോ കേട്ടോ. ഓക്കെ, നമുക്ക് ഹോസ്പിറ്റൽ ആർക്കിടെക്ട് എന്താന്ന് നോക്കാം. ഓക്കെ, ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റിനെ കുറിച്ച് കുറെ നേരമായാലും നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. ഹോസ്പിറ്റൽ ആർക്കിടെക്ട് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡ് ദ ടെക്നിക്കൽ നീഡ്സ്. നമ്മുടെ ടെക്നിക്കൽ നീഡ്സും
അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽസും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ഹോസ്പിറ്റൽ ആർക്കിടെക്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ കൺവേർട്ട് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ് ഇൻടു ബിൽഡിംഗ് ഡിസൈൻ. ഒരു എന്താ പറയാ, നമ്മുടെ ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെന്റ്സ് ഉണ്ട് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. അത് നമ്മുടെ ബിൽഡിംഗ് ഡിസൈനിലേക്ക് അതെന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യുക എന്നതാണ് ആരുടെ ഉത്തരവാദിത്തം? ആർക്കിടെക്റ്റിന്റെ ഉത്തരവാദിത്തം. ആർക്കിടെക്ട് വർക്ക് ഇൻക്ലൂഡ്സ്, അദ്ദേഹത്തിന്റെ വർക്ക് എന്തെല്ലാം കാര്യമാണ്? സൈറ്റ് സെലക്ഷൻ, എവിടെയാണ് ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുന്നത്, ബിൽഡിംഗ് ഓറിയന്റേഷൻ, എത്ര ബ്ലോക്സും കാര്യങ്ങളൊക്കെ വേണം, സൂപ്പർവിഷൻ ഓൺ കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്യണം, പ്ലാനിങ് യൂട്ടിലിറ്റീസ്, നമുക്ക് എന്തെല്ലാം യൂട്ടിലിറ്റീസും കാര്യങ്ങളും വേണം എന്നുള്ളത് അനലൈസ് ചെയ്യണം. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഇൻസ്റ്റലേഷനും മെക്കാനിക്കൽ ഇൻസ്റ്റലേഷനും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പ്ലാൻ ചെയ്യണം. ദ ആർക്കിടെക്ട് മസ്റ്റ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെന്റ്സ്. ഒരു ആർക്കിടെക്ട് നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റൽ റിക്വയർമെന്റ്സിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു ഗിവൺ ബൈ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ റിക്വയർമെന്റ്സിനെ കുറിച്ചിട്ട് വ്യക്തമായി അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. Then a written program should be included. നമ്മൾ written program അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇതെല്ലാം കാര്യങ്ങളാണ്. നമ്പർ ഓഫ് ബെഡ്, എത്ര ബെഡ് വേണം, ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ, എത്ര ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏരിയ റിക്വയർമെന്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തോരം ഏരിയ വേണം, മേജർ എക്യുപ്മെന്റ്സ്, എന്തെല്ലാം മേജർ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് സ്റ്റാഫ്സ്, നമ്മുടെ സ്റ്റാഫിന്റെ നമ്പറും ടൈപ്സ് എങ്ങനെയാണ്, ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ്, ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻസും റിലേഷൻഷിപ്പും എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തമായ ഒരു പ്ലാൻ, പ്രോഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. റിട്ടേൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. An architect is an effective only with the experience in hospital architect. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ആർക്കിടെക്റ്റിന് ഹോസ്പിറ്റൽ ആർക്കിടെക്ചറിലും കൺസ്ട്രക്ഷനിലും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് വേണം. Specialist architect employed at the central area, state government level in ministry, Department of Health of work in government sectors. അപ്പോൾ സെൻട്രൽ ഏരിയയില് സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവലുകളിലും ഇതേപോലെ ആർക്കിടെക്റ്റില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കും ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മള് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നോക്കാം കേട്ടോ, നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ ആർക്കിടെക്ട് നോക്കാം. The architect has to acquire an understanding of comprehensive technical and administrative needs of the hospital. അപ്പോൾ ഒരു ആർക്കിടെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നീഡ്സുകൾ മനസ്സിലാക്കണം. His responsibility is to translate clinical and administrative requirements into architectural and engineering realities which encompasses site selection. അപ്പോൾ നമ്മള് എന്താണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി, ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമ്മുടെ ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെന്റ്സ് നീഡ്സിനെ നമ്മള് എന്താക്കുന്ന ഒരു ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഒരു ബിൽഡിംഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും? സൈറ്റ് സെലക്ഷൻ ഞാൻ പറഞ്ഞു, ഓറിയന്റേഷൻ ഓഫ് ബിൽഡിംഗ്, സൂപ്പർവിഷൻ ഓഫ് കൺസ്ട്രക്ഷൻ സമയത്ത് സൂപ്പർവൈസ് ചെയ്യണം, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. യൂട്ടിലിറ്റീസ് കാര്യങ്ങൾ മനസ്സിലായി, എന്തെല്ലാം എക്യുപ്മെന്റ്സും കാര്യങ്ങളും വേണം. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഇൻസ്റ്റലേഷൻ, നമ്മുടെ ബിൽഡിങ്ങിനകത്ത് എന്തെല്ലാം ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഇൻസ്റ്റലേഷൻസ് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ലത് ആദ്യം ഉണ്ടാവും. The architect must fully understand the requirement provided by the hospital consultant. ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് കൊടുത്തിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും ആദ്യം തന്നെ ആർക്കിടെക്ട് മനസ്സിലാക്കണം. From which should be develop a program in writing. എന്നിട്ട് വേണം നമ്മൾ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യണം. Starting clearly all the requirements in comprehensive there. ഓരോ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു റിട്ടേൺ പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യണം. അതിലെന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് നോക്കേണ്ടത്? Number of beds, the distribution,
ഡിപ്പാർട്ട്മെന്റൽ നീഡ്സ്, എത്ര നമ്പർ ഓഫ് ബെഡ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ റിക്വയർഡ് ആണ്, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിന് എങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് നീഡ്സ് എങ്ങനെയാണ്, ഏരിയ റിക്വയർമെന്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര ഏരിയ വേണം, മേജർ എക്യുപ്മെന്റ്സ് ഏതെല്ലാമാണ് ഇൻസ്റ്റോൾ ചെയ്യുന്നത്, നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് പേഴ്സണൽസ് ടു ബി എംപ്ലോയിഡ്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഹയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയിഡ്, ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഫങ്ഷൻ അതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ധാരണ വേണം. An architect can be of value only if he has experience of hospital architecture and construction. ഒരു ആർക്കിടെക്റ്റിന്, സാധാരണ ഒരു ആർക്കിടെക്റ്റിന് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആർക്കിടെക്ചറിൽ ആൻഡ് കൺസ്ട്രക്ഷൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. There are specialist architects employed at central area, state government level like specialized ആയിട്ടുള്ള ആർക്കിടെക്റ്റ് വർക്ക് ചെയ്യുന്നത്. In Ministry and Department of Health for the work in government sector. അപ്പോ നമ്മുടെ മിനിസ്ട്രിയിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തില് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആർക്കിടെക്ട് ഫോർ ഹോസ്പിറ്റൽ, അവർ ഗവൺമെന്റ് സെക്ടറിൽ ഹോസ്പിറ്റൽസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുകൾ ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുകൾ ഉണ്ട്. ഇൻ റീസെന്റ് ഇയേഴ്സ് architect with the hospital experience have also become available in open market. ഇപ്പോ ഈ ഒരു കാലഘട്ടത്തില് recent years architect with hospital experience open market available ആണ്. Therefore, it is advisable to hire architect who specialize in hospital construction or with experience in hospital project. അപ്പോൾ hospital construction ഉള്ള hospital project experienced ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ ആയിരിക്കണം നമ്മൾ hospital project വേണ്ടിയിട്ട് ഹയർ ചെയ്യേണ്ടത്. As a project goes on, architect or engineers without previous experience in hospital building can be employed in an executive capacity, but determinedly to the project. എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിയുടെ കയ്യിലേക്കാണ് ഈ പ്രോജക്റ്റ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരുപാട് ബർഡൻ ആവാനുള്ള ചാൻസ്. സോ നമ്മൾ നല്ല രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അസൈൻ ചെയ്യേണ്ടത്. Generally, a hospital project goes through the following phases. താഴെ പറയുന്ന ഫേസസിലൂടെയാണ് ഹോസ്പിറ്റൽ പ്രോജക്റ്റ് പോകുന്നത്. ഇൻസ്പെക്ഷൻ, അതിന് ഇൻസ്പെക്ട് ചെയ്ത് സൈറ്റും കാര്യങ്ങളും, പിന്നെ ഫീസിബിലിറ്റി സ്റ്റഡി, അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നതിനെ കുറിച്ചൊരു ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടെത്തുകയും, ഔട്ട്ലൈൻ പ്രപ്പോസൽ, ആ ഒരു പ്രപ്പോസലിന്റെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യും, സ്കീം ഡിസൈൻ, സ്കീംസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യും, എന്നിട്ടായിരിക്കും ഡീറ്റെയിൽ ഡിസൈൻ ചെയ്യുന്നത്, പിന്നെ ടെൻഡർ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ കൺസ്ട്രക്ഷൻ, കമ്മീഷനിങ്, സ്റ്റേക്ക് ഡൗൺ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ പ്രോജക്റ്റിൽ സാധാരണയായിട്ട് പോകുന്നത്. The phase can be grouped in the following 6 stages from A to F, with the evaluation at the last stage. 1, 2, 3 എന്ന് പറയുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കും ഹോസ്പിറ്റൽസിന്റെ ആ ഒരു കൺസ്ട്രക്ഷനും പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ നമ്മള് ഈ ഓരോ സ്റ്റേജസിലൂടെയാണ് ഹോസ്പിറ്റൽസ് കടന്നു പോകുന്നത്. ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്, ഇൻസ്പെക്ഷൻ സ്റ്റേജ് ആണ്. ഞാനതൊന്ന് സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. Okay. Scheme of building. Different stages in building and promoting new hospitals നെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റേജസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജസ് ഫേസസ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. നിങ്ങൾ ഈ ഒരു ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റിനെ കുറിച്ചൊന്ന് വായിക്കട്ടോ. ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റിനെ കുറിച്ചൊന്ന് വായിക്കുക. സ്റ്റേജസ് മുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.
ഏതാണ് ആ ചാർട്ടാണ് ഉദ്ദേശിച്ചത്? ചാർട്ടാണ് ഉദ്ദേശിച്ചത്? ഇല്ല, ചാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല, ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുകളിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് വരെ നോക്കിയോ അതിന് ക്വസ്റ്റ്യൻ വരും. മോക്ക് ടെസ്റ്റിനല്ല, മെയിൻ എക്സാമിന് നോക്കിയാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് ഞാൻ ഹോസ്പിറ്റൽ ആർക്കിടെക്ട് വരെ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എല്ലാവരും ആർക്കിടെക്റ്റിനെ കുറിച്ചിട്ട് റീഡ് ചെയ്യാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം.